ഹലോ മക്കളെ, അപ്പൊ നമ്മള് മാർജിനലൈസേഷനെ പറ്റിയിട്ടായിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി അല്ലെ, ആദിവാസി കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് ടു റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആസ് പാർട്ട് ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് തരുന്നുണ്ട്? പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് ടു റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആസ് പാർട്ട് ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്. അല്ലെ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മുടെ റിലീജിയസിനും അങ്ങനത്തെ നമ്മുടെ ഒരു കസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു സേഫ് ഗാർഡിങ് തരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വൈ? എന്തിനാണ്? ഓക്കെ, ദ ടേം മൈനോറിറ്റി, നിങ്ങൾ മജോറിറ്റി മൈനോറിറ്റി എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടോ? മജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ, മേജർ എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ, കൂടുതൽ ആൾക്കാർ, അതാണ് മജോറിറ്റി. മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് അല്ലെ, കുറഞ്ഞ ആൾക്കാരുള്ളത്. സോ the term minority is most commonly used to refer to communities that are numerically small in relation to rest of the population. അല്ലെ, rest of the population നോക്കുന്ന സമയത്ത് എണ്ണത്തിൽ കുറവാണുള്ളതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈനോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പം എണ്ണത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെജോറിറ്റി എന്ന് പറയാം. മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എണ്ണത്തിൽ കുറവുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ മൈനോറിറ്റി പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. However, it is a concept that goes well beyond numbers. It encompasses issues of power, access to resources, and has social and cultural dimensions. അപ്പൊ അതിന് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസും ഉണ്ട്. അത് വെറും ഒരു നമ്പർ എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒതുക്കാൻ വേണ്ടി പാടില്ല. So the Indian Constitution recognizes that the culture of the majority influences the way in which society and government might express themselves. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് എന്താണ്? ഒരു കൺട്രിയില് മെജോറിറ്റി എന്താണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മെജോറിറ്റി എന്തിലാണോ വിശ്വസിക്കുന്നത് അതിലേക്ക് പോകാനുള്ള അല്ലെ, അങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റിംഗ് അല്ലെ, ഹോൾ കൺട്രി അങ്ങോട്ടേക്കുള്ള ഒരു ഷിഫ്റ്റിങ്ങിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പം മെജോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. എലക്ഷൻ ആണെന്ന് വിചാരിച്ചോ അല്ലെ, എലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മെജോറിറ്റി ഡിസൈൻ ചെയ്യുന്ന അല്ലെ, മെജോറിറ്റി ആണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തില് മെജോറിറ്റി ആണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് ഭരിക്കേണ്ടത് അല്ലെ. അപ്പൊ മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എലക്ഷനിൽ ജയിക്കുന്നുണ്ടാവുക അല്ലെ. സോ അവരായിരിക്കും അടുത്ത പൊസിഷനിലേക്ക് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും മെജോറിറ്റി പറയുന്നതിനോടൊരു ചായ്വ് എപ്പോഴും എന്തുണ്ട്? നമുക്ക് ആയി പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. യെസ്, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് റെക്കഗ്നൈസ് ദാറ്റ് ദി culture of the majority influences the way in which society and government might express themselves. In such cases, size can be a disadvantage and lead to the marginalization of the relatively smaller communities. അപ്പം അങ്ങനെ നമ്മൾ മെജോറിറ്റീസിന്റെ ഡിസിഷൻ മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് മൈനോറിറ്റിയിലെ എണ്ണത്തിൽ കുറവുള്ള ആൾക്കാരുണ്ട് അല്ലെ, മൊത്തം ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം കുറവുള്ള മൈനോറിറ്റി ഉണ്ട്. അപ്പം അവരെ നമ്മള് കൺസിഡർ ചെയ്യാത്തത് പോലെ ആയിപ്പോ അല്ലെ. നമ്മൾ മെജോറിറ്റീന്റെ ഒപ്പീനിയൻ മാത്രം എടുക്കുമ്പം അല്ലെ, എണ്ണത്തിൽ കുറവുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളോ അവരുടെ സജഷൻസോ ഒന്നും കൺസിഡർ ചെയ്യാത്തത് പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. Thus, safeguards are needed to protect minority communities against the possibility of being culturally dominated by the majority. അപ്പം thus safeguards are needed to be protect minority communities against the possibility of being culturally dominated by the majority. അപ്പം majority community എപ്പോഴും minority communityയെ ഡൊമിനേറ്റ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ പോവാതിരിക്കാനുള്ള ഒരു മെഷേഴ്സ് എപ്പോഴും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. And they also protect them against any discrimination and disadvantage that they may face. അപ്പം എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനോ
അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മെഷേഴ്സും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. Given certain conditions, communities that are small in number relative to the rest of the society may feel insecure about their lives, assets and well-being. അപ്പം ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലെ, അവര് എണ്ണത്തിൽ കുറവായിരിക്കും. അപ്പം കൂടുതൽ ആൾക്കാരുള്ള അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർ ഉള്ളവരെ അപേക്ഷിച്ച് ഇവർക്കൊരു ഒരു ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എണ്ണത്തിൽ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്. ദ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവും അല്ലെ. ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ്, എപ്പോഴും മെജോറിറ്റി പറയുന്നതായിരിക്കും കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ മൈനോറിറ്റി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടാവും അല്ലെ. So this sense of insecurity may get accentuated if the relations between the minority and majority communities are fraught. അപ്പം ഒരു റിലേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. The Constitution provides these safeguards because it is committed to protecting India's cultural diversity and promoting equality as well as justice. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് അല്ലെ, ഡിഫറെന്റ് ഭാഷകൾ സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന, ബംഗാളി, ഉറുദു എല്ലാം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പം എന്താ പറയുന്നത്, അപ്പം ആ രീതിയിൽ ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഭാഷയിൽ അല്ലെ, ലാംഗ്വേജിൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റികൾ ഉണ്ട്. പല തരത്തിലുള്ള കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം ഇവരുടെ ഒക്കെ ഒരു യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്രൊമോട്ടിങ് ഇക്വാലിറ്റി ആസ് വെൽ ആസ് ജസ്റ്റിസ്. അപ്പം ഈ ഒരു ഡൈവേഴ്സിറ്റിന്റെ ഇടയിലും നല്ലൊരു ഈക്വാലിറ്റി അല്ലെ, എല്ലാ ആൾക്കാരും തുല്യരാണ് അല്ലെ. ഇന്ത്യക്ക് മുമ്പിൽ ചില ഭാഷയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെ, ചില ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ മാത്രം സുപ്പീരിയർ, അല്ലെങ്കിൽ ചില മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം സുപ്പീരിയർ, അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരു ഇക്വാലിറ്റി കൊണ്ടുവരിക, ഒരു ജസ്റ്റിസ് അല്ലെ, നീതി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. സോ the judiciary plays a crucial role in upholding the law and enforcing fundamental rights. അപ്പം ജുഡീഷ്യറിന്റെ സൈഡിൽ നിന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ്, എല്ലാ ആൾക്കാർക്കും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് മസ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. Every citizen of India can approach the courts if they believe that their fundamental rights have been violated. ഇനി ആർക്കെങ്കിലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് അത്രയേറെ ഒരു മനുഷ്യന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള റൈറ്റ് ആണ്. അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അയാൾ ഇന്ന കമ്മ്യൂണിറ്റി ആണ്, ഇന്ന കാസ്റ്റ് ആണ്, ഇന്ന റിലീജിയൻ ആണ്, ഇന്ന ലാംഗ്വേജ് ആണ്, ഇന്ന സ്റ്റേറ്റ് ആണ്, ഒന്നിന്റെ ബേസിസിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹനിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് മുസ്ലിംസ് ആൻഡ് മാർജിനലൈസേഷൻ. അപ്പൊ നമ്മള് ആദിവാസീസിന്റെ മാർജിനലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മള് മുസ്ലിംസിന്റെ ഇടയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ, മുസ്ലിംസിന് എങ്ങനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അവര് എത്തപ്പെടുന്നത്? മുസ്ലിംസ് ആൻഡ് മാർജിനലൈസേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. So, according to 2011 census, Muslims are 14.2% of India's population. ഇന്ത്യയില് നമ്മൾ 100 ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 14.2 അല്ലെ. അപ്പം അത് വളരെ കുറഞ്ഞൊരു നമ്പറാ അല്ലെ. 100ല് 14 എന്ന് പറയുന്നത് കുറഞ്ഞൊരു നമ്പറാ. അപ്പം എണ്ണത്തില് മുസ്ലിംസിന്റെ എണ്ണം കുറവാണ് അല്ലെ. 14.2% മാത്രമേ എന്തുള്ളൂ, ഇന്ത്യയിൽ ആരുള്ളൂ, മുസ്ലിംസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം അത് എണ്ണത്തിൽ കുറവുള്ള അവിടെ ഒരു മൈനോറിറ്റി മെജോറിറ്റി ഒരു ബാലൻസിന് ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഇല്ലേ? യെസ്. So, according to 2011 census, Muslims are 14.2% of India's population
and are considered to be marginalized community because of their having comparatively lower status of socio-economic development. അത് കൂടാതെ അവരുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്, കുറവാണ്. And recognizing that Muslims in India were lagging behind in terms of various development indicators, the government set up a high-level committee in 2005. അപ്പം മുസ്ലിംസിന് ആക്ച്വലി നമ്മുടെ ഇന്ത്യന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ. ഇവൺ ഇൻഡിപെൻഡൻസിന്റെ സമയത്താണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അല്ലെ മുസ്ലിംസിന് വേണ്ടിയിട്ട് നമ്മൾ മൈനോറിറ്റി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കണ്ടിട്ട് മുസ്ലിംസിന് സെപ്പറേറ്റ് ഒരു കൺട്രി വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ ഡിസ്കഷൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം 2005 എന്താണ്, റെക്കഗ്നൈസിങ് ദാറ്റ് മുസ്ലിംസ് ഇൻ ഇന്ത്യ വെയർ ലാഗിംഗ് ബിഹൈൻഡ് ഇൻ ടേംസ് ഓഫ് വേരിയസ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ദ ഗവൺമെന്റ് സെറ്റ് അപ്പ് എ high-level committee in 2005 chaired by Justice Rajinder Sachar. The committee examined the social, economic and educational status of Muslim community in India. അപ്പം ഒരു കമ്മിറ്റി ചേർന്നു, അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ എക്കണോമിക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. The report discussed in detail the marginalization of this community. അപ്പം അവര് ആ ഒരു ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു, ഒരു റിപ്പോർട്ട് ഫോം ചെയ്തു. ആ റിപ്പോർട്ടിൽ അവര് മനസ്സിലാക്കി എന്താണ്, മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയില്. ആൻഡ് സജസ്റ്റഡ് ദാറ്റ് on the range of social, economic and educational indicators of situation of the Muslim community was comparable to that of other marginalized communities like scheduled caste and scheduled tribes. അപ്പം SC/ST അല്ലെ, scheduled caste, SC/ST, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് പോലെ എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എന്താണ് ഒരു മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് കൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു പേജ് 56 of the report, the average years of schooling for Muslim children between the ages of 7 to 16 is much lower than that of other socio-religious communities. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കാനുള്ള ഒരു റീസൺ എടുത്ത സമയത്ത് അവരുടെ ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവലാണ്. ഓക്കെ, 7 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എത്ര പേര് സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് എഡ്യൂക്കേഷൻ നേടുന്നുണ്ട് എന്നുള്ളൊരു കണക്കെടുത്ത സമയത്ത് എന്താ മനസ്സിലായത്, അവരുടെ നമ്പർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര കുറവാണ്. ഓക്കെ, മുസ്ലിംസിന്റെ ഇടയിൽ എന്താണ് സ്കൂളിൽ പോവുക എന്നുള്ളൊരു സിസ്റ്റം എന്താണ് കുറവാണ്. അതാണ് ഇവരുടെ ഒരു റിപ്പോർട്ടിൽ കാണാൻ പറ്റിയത്. The average years of schooling for Muslim children between the ages of 7 to 16 is much lower than that of other socio-religious communities. Economic and social marginalization experienced by Muslims has other dimensions as well. Like other minorities, Muslim customs and practices are sometimes quite distinct from what is seen as the mainstreams. ചില സമയത്ത് എന്താണ് മുസ്ലിംസിന്റെ കസ്റ്റംസ് എന്ന് പറയുന്നതും ചിലപ്പം മെയിൻ സ്ട്രീം ആൾക്കാരുടെ അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരെ പോലെ തന്നെ ആവണമെന്നില്ല, കുറച്ച് ഡിഫറൻസ് കാണിക്കാറുണ്ട്. അപ്പം എഡ്യൂക്കേഷനിലാണെങ്കിലും ഈ റിപ്പോർട്ട് പ്രകാരം എന്താണ് മുസ്ലിം സ്റ്റുഡൻസ് എന്താണ് സ്കൂളില് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം കസ്റ്റം ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ബാക്കി കസ്റ്റം ആൻഡ് പ്രാക്ടീസസിനെ അല്ലെ ബാക്കി ഉള്ള ആൾക്കാരുടെ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസിൽ നിന്നും എന്താണ് കുറച്ചൊരു ഡിഫറൻസ് പോലെയും ഉണ്ടാവാറുണ്ട്. സം നോട്ട് ഓൾ മുസ്ലിംസ്, അപ്പൊ ചില മുസ്ലിംസ് മാത്രം എന്ത് ചെയ്യാറുണ്ട്, വിയർ എ ബുർഗ അല്ലെ, ബുർഗയൊക്കെ വെയർ ചെയ്ത് സ്പോട്ട് എ ലോങ് ബിയർഡ് ഒക്കെ ഉണ്ടാവും ചിലപ്പം, വിയർ എ ഫെസ് ആൻഡ് ദീസ് ബിക്കംസ് വേസ് ടു ഐഡന്റിഫൈ ഓൾ മുസ്ലിംസ്. അപ്പം നമ്മൾ ബുർഗയൊക്കെ ധരിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നന്നായിട്ട് ബിയർഡൊക്കെ ഉള്ള ആൾക്കാരെ നമ്മള് അത് മുസ്ലിംസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പം ഐഡന്റിഫിക്കേഷൻ നടത്തുന്ന ഉണ്ടാവുമായിരിക്കും.
So because of this, they tend to be identified differently, and some people think they are not like the rest of us. അപ്പം അവര് ബുർഗിയൊക്കെ ധരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും, ഇത് റെസ്റ്റ് ഓഫ് അസിനെ പോലെ അല്ലല്ലോ, അല്ലെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ലല്ലോ, ഇവരുടെ കസ്റ്റംസ് ആൻഡ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ഒന്നും ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ പോലെ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു മാർജിനലൈസേഷൻ ഉള്ളൊരു ചാൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. Often this becomes an excuse to treat them differently and discriminate against them. ചിലപ്പം എന്താണ് ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ, എക്സ്ക്യൂസ് ടു ട്രീറ്റ് them differently and discriminate against them. This social marginalization of Muslims in some instances had led to them migrating from places where they have lived, often lead to the ghettoization of the community. എന്താണ് ഇത് കാരണം എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്ത് പോവാറുണ്ട് അല്ലെ, അവരുടെ വേർ ദേ ഹാവ് ലിവ്ഡ്, അവര് ജീവിച്ച സ്ഥലത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, അവിടേക്ക് അവരെന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം സ്ഥലങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. സംടൈംസ് ദിസ് prejudice has also led to hatred and violence. ചിലപ്പോൾ അത് വയലൻസിലേക്കും വരെയും ലീഡ് ചെയ്യാറുണ്ട്. Okay, the experiences of all these groups point to the fact that marginalization is a complex phenomenon requiring a variety of strategies, measures and safeguards to redress the situation. അപ്പം ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ലെ, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ, റിക്വയറിങ് എ വെറൈറ്റീസ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെ. മാർജിനലൈസേഷൻ തന്നെ പലതരത്തിൽ അല്ലെ, സോഷ്യലി, ഇക്കണോമിക്കലി, കൾച്ചറലി, അല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി എല്ലാ മാർജിനലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. So strategies, measures and safeguards to redress the situation. All of us have a stake in protecting the rights defined in the Constitution and the laws and policies framed to realize these rights. അപ്പം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അല്ലെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാ ആൾക്കാർക്കും എന്താണ് ബേസിക് ആയിട്ടുള്ള അവർക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ആർക്കും ആരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹനിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റ് നിഷേധിക്കാനോ ഉള്ള അവകാശം ആർക്കുമില്ല, അധികാരവും ആർക്കുമില്ല. അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ആൾക്കാരുടെയും, മൈനോറിറ്റി ആയിക്കോട്ടെ മെജോറിറ്റി ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, അടിസ്ഥാനമായിട്ടുള്ള മൗലിക അവകാശങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ അത് അഷർ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. Without this, we will never be able to protect the diversity that makes our country unique, nor realize the state's commitment to promote equality for all. അപ്പം നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഞാൻ പറഞ്ഞു നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് വലിയൊരു കൺട്രിയാണ് അല്ലെ, വലുപ്പത്തില് 7th പൊസിഷൻ നിൽക്കുന്ന അത്രയേറെ, ഇപ്പം പോപ്പുലേഷൻ ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു അത്രയും വലിയൊരു കൺട്രിയാണ്. ഒരുപാട് ഡൈവേഴ്സിറ്റീസ് അല്ലെ, ഒരുപാട് മതങ്ങൾ, ഒരുപാട് ഭാഷകൾ ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു ആൾക്കാർ ഉള്ളൊരു സ്ഥലത്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അല്ലെ, മാർജിനലൈസേഷൻ, വയലൻസ്, ഇതൊന്നുമില്ലാതെ എല്ലാ ആൾക്കാരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്ത് എല്ലാ ആൾക്കാരെയും എല്ലാ വിശ്വാസങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം ഞാൻ എന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, നീ നിന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്ത് ചെയ്യാ, എന്റെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കാനും പാടില്ല, മറ്റൊരാളുടെ വിശ്വാസത്തെ ഹേർട്ട് ചെയ്യാനും പാടില്ല. നമ്മൾ മ്യൂച്വലി എന്ത് ചെയ്യാൻ പഠിക്കണം, നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇപ്പൊ മാർജിനലൈസേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് അല്ലെ നമ്മളെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ വരാത്ത ആള് എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല അല്ലെ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെ.
ആ രീതിയിൽ നമ്മൾ മനുഷ്യന്മാരാണ് എന്നുള്ളൊരു അല്ല, എല്ലാ ആൾക്കാരും മനുഷ്യന്മാരാണ്, ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ഹനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കൺക്ലൂഷൻ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. അല്ലെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. We have tried to look at this through the experiences of different marginalized communities. അല്ലെ, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെ, ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ആദിവാസീസ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അല്ലെ, മാർജിനലൈസേഷൻ എന്ന് പറയുന്ന കാര്യം അല്ലെ. അവർക്ക് അവരുടെ ലൈഫ് തന്നെയും എന്തായി വേറെ രീതിയിലായി അല്ലെ, ജീവിതത്തിന്റെ ഗതി തന്നെ മാറിപ്പോയതാണ് ഈ മാർജിനലൈസേഷൻ വന്നത് അല്ലെ. There are different reasons for each of these communities being marginalized. അല്ലെ, ഓരോ കമ്മ്യൂണിറ്റിക്കും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള റീസൺ ആണ് മാർജിനലൈസേഷൻ ആയി പോവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. And each experiences marginalization in different ways. We have also seen that marginalization is linked to experiencing disadvantage, prejudice and powerlessness. അപ്പൊ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ്, ഒരാള് പവർലെസ് അല്ലെ, അവർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ, ആൻഡ് പവർലെസ്നെസ് ആണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ there are several more marginalized communities. അപ്പം നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആദിവാസി കമ്മ്യൂണിറ്റി, ഇത് മാത്രമല്ല ഇഷ്ടം പോലെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. ലൈക്ക് ദളിത് അല്ലെ, ദളിത് ഉണ്ട്. മാർജിനലൈസേഷൻ റിസൾട്ട്സ് ഇൻ ഹാവിംഗ് എ ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് നോട്ട് ഹാവിംഗ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് അതർ റിസോഴ്സസ്. അപ്പം മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് എഫക്ട് ആകുന്നത് അല്ലെ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ എഫക്ട് ആവും അല്ലെ. മാർജിനലൈസേഷൻ ഇപ്പം പൈസ ഉള്ള ആള്, പൈസ ഇല്ലാത്ത ആൾക്കാര്, അപ്പം പുവർ ആൻഡ് റിച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ സ്റ്റാറ്റസിനെയാണ് അല്ലെ, സോഷ്യൽ സ്റ്റാറ്റസ് വ്യത്യാസമാവാൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ അല്ലെ, നമ്മൾ മുസ്ലിംസിന്റെ കണക്കെടുത്തപ്പോഴും കണ്ടു അല്ലെ, 7 to 14 ഇയേഴ്സിന്റെ ഇടയിൽ അല്ലെ 16 ഇയേഴ്സിന്റെ ഇടയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കമ്പയറിംഗ് ടു ബാക്കി കമ്മ്യൂണിറ്റീസ് എന്താണ് വളരെ കുറവാണ്. അപ്പം ആക്സസ് ടു എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ ബാക്കി റിസോഴ്സസും എല്ലാത്തിലും അവർക്ക് എന്താണ് ഒരു റെസ്ട്രിക്ഷൻ ആണ്. ചിലപ്പം നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാനുള്ള ഒരു ആക്സസ് കുറവായിരിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങൾ മാർജിനലൈസ്ഡ് ആവുക എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആക്സസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉണ്ട്. ഓക്കെ, യെറ്റ് the lives of marginalized people can and do change. Thus, no one is marginalized all the time in exactly the same way. അപ്പം മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ പോലെയാണ് അല്ലെ. നമ്മൾ ആദിവാസീസിന്റെ കേസിൽ കണ്ടു അല്ലെ, അവര് പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫ് സ്പ്രെഡ് ആയി പോകാൻ തുടങ്ങിയത്. അപ്പം അവര് വേറൊരു രീതിയിലേക്ക് മാറി മാർജിനലൈസ്ഡ് ആയി പോയത് എന്താണ്, അവർക്ക് പിന്നെ പോവർട്ടി ആണ് ഫുൾ വരുന്നത് അല്ലെ, ലോ വേജസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെ, അവരുടെ ലൈഫ് അങ്ങ് അവരുടെ പാത്തേ മാറിപ്പോയി. നേരെ മറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അവരുടെ കസ്റ്റംസും ബാക്കി മെജോറിറ്റിയുടെ കസ്റ്റംസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോ കമ്മ്യൂണിറ്റിക്കും എന്താണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫറെന്റ് ആണ് അല്ലെ, ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലെ. സോ if we go back to the two examples of marginalization we have discussed, we will see that each of these groups have a long history of struggle and resistance. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെയൊക്കെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അല്ലെ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ മുസ്ലിംസ് ആണെങ്കിൽ പോലും ഒരുപാട് സ്ട്രഗിളുകൾ, ആദിവാസീസ് ആണെങ്കിലും ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരുപാട് സ്ട്രഗിളുകൾ അവർ എഗെയിൻസ്റ്റ് ആയിട്ട് അവര് നടത്തുന്നുണ്ട് ഓരോ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസും. ഓക്കെ, marginalized communities want to maintain their cultural distinctiveness while having access to rights, development and other opportunities. Okay,
സോ ഇത് ജസ്റ്റ് ഒരു കമ്പാരിസണിലുള്ള ടേബിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ടേബിൾ ആണ്. ആക്സസ് ടു ബേസിക് അമ്യൂണിറ്റീസ് 2008-9 കണക്ക് വെച്ചിട്ടുള്ള ഒരു കണക്കാണ്. നമ്മൾ ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഇപ്പൊ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിംസ്, ക്രിസ്ത്യൻ, സിഖ്, അപ്പൊ മേജർ ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പം അവർക്ക് ഹിന്ദുസിന് പക്ക ഹൗസ് ഉള്ള ആൾക്കാര്, അപ്പൊ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ നല്ല ഹൗസ് ഉള്ള ആൾക്കാര് സിക്കിനാണ് ഹൗസ് ഉള്ളത്. നോക്കൂ, ബാക്കി മുസ്ലിംസ് ആണെങ്കിലും 63 അല്ലെ, അവർക്ക് ഭയങ്കര കുറവ് നമ്പർ ആണ് അല്ലെ. ബാക്കി 65ഉം 69ഉം ആണ് ഹിന്ദുസിനും ക്രിസ്ത്യനും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി ആക്സസ് ടു ഇലക്ട്രിസിറ്റി, കറണ്ട് ഉള്ള ആൾക്കാർ അല്ലെ, വീട്ടിൽ കറണ്ട് ഉള്ള ആൾക്കാര് ആരാണ്? 96% ആരൊക്കെയാണ്? സിഖുകാർക്കാണുള്ളത് അല്ലെ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, മുസ്ലിംസിനും ഇലക്ട്രിസിറ്റി ആക്സസ് 2008-9 കണക്ക് പ്രകാരം എന്താണ്, കുറവാണ് അല്ലെ. 67.5% ഉള്ളൂ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആണെങ്കിലും ബാക്കിൽ തന്നെ ക്രിസ്ത്യൻസ് ഒരു ആവറേജിൽ പോകുന്നുണ്ട് അല്ലെ. ആൻഡ് ഹിന്ദുസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് മുസ്ലിംസിന്റെ എണ്ണം കുറവായിട്ട് കാണാൻ പറ്റും. ഇനി ടാപ്പ് വാട്ടർ അല്ലെ, വെള്ളം കിട്ടുന്ന സൗകര്യം. വെള്ളം എന്ന് പറയുന്ന ഒരാളുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അല്ലെ. ഇപ്പൊ കിണറില്ലാത്ത ആൾക്കാർക്ക് ടാപ്പ് വാട്ടർ ആയിരിക്കും അവർക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, സിഖുകാർക്ക് നമ്പർ കൂടുതൽ തന്നെയാണ് കമ്പാരിറ്റീവ്ലി അല്ലെ. 49.3 ഉണ്ട്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 35.8% ആൾക്കാർക്ക് മാത്രമേ ടാപ്പ് വാട്ടർ കിട്ടുന്നു. അത് 2008-2009 കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ലിറ്ററസി റേറ്റ് ബൈ റിലീജിയൻ 2011 കണക്കാണ്. ഹിന്ദുസിന് 63% ഉണ്ട്, മുസ്ലിംസിന് 57 ഉള്ളൂ അല്ലെ. അപ്പൊ മുസ്ലിംസിന് എന്താണ്, കമ്പാരിറ്റീവ്ലി എന്താണ്, ലിറ്ററസി റേറ്റ് കുറവാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് ജൈൻസ് ആണ് അല്ലെ. ജൈൻസ് 86% നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ ബാക്കിലായിട്ട് ക്രിസ്ത്യൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി പബ്ലിക് എംപ്ലോയ്മെന്റ് ഓഫ് മുസ്ലിംസിന്റെ പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ് നോക്കുന്നത്. എന്താ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് IAS ആയിട്ട് 3% അല്ലെങ്കിൽ 3%, IPS 4, കണ്ടോ 1.8. അപ്പം ഓരോന്നിലും എന്താണ്, ബാങ്കിലും RBIയിലൊക്കെ ആണെങ്കിൽ 2.2. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു എന്താണ്, ആ ഒരു വ്യത്യാസമാണ് നമുക്ക് കമ്മ്യൂണിറ്റി അല്ലെ, ഡിഫറെന്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ഓരോ ഇമ്പോർട്ടന്റ് സെക്ടറിലുമുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഞാൻ ഈ ചാർട്ടിലൊക്കെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? മാർജിനലൈസേഷൻ എന്താന്ന് പഠിച്ചു അല്ലെ. മാർജിനലൈസേഷൻ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്താണെന്ന് പഠിച്ചു, ആദിവാസീസിന് എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെ. യെസ്, അതിനകത്ത് കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആദിവാസീസ് ആണ്. ആദിവാസീസിന്റെ നോളജ് എങ്ങനെയാണ് ആ ഒരു മാർജിനലൈസേഷൻ അവരുടെ ലൈഫിനെ എഫക്ട് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ബാക്കിയുള്ള. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്താണ് മനസ്സിലാക്കിയത്? ആർക്കും ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കാനൊന്നും പാടില്ല. എല്ലാ ആൾക്കാർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം. മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എന്താണല്ലേ. അപ്പൊ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ജീവിക്കാനുള്ള. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്ത് പോകേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നന്നായിട്ട് ചാപ്റ്റർ വായിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.